ഡയറക്ടർ രാജുമുരുകൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ ജോക്കർ എന്നുള്ള പടം എൻ്റെ ഫേവറേറ്റ് ആയിട്ട് പടമാണ്. പിന്നെ പുള്ളി ജിപ്സി എടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്ക് ഒരു പണി കിട്ടിയ പടം എന്ന് പറയുന്നത് ജപ്പാൻ എന്ന് പറയുന്ന കാർത്തി അഭിനയിച്ച സിനിമയാണ്. അതായത് ചെറിയ താരങ്ങളെ വെച്ച് ചെറിയ പടം എടുക്കുമ്പോൾ പുള്ളിക്കാരൻ നല്ല സക്സസ് ആയിട്ട് പുള്ളി പറയേണ്ട കാര്യങ്ങൾ, ആ സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ സർക്കാസ്റ്റിക് ആയിട്ടും അല്ലാതെയും ഭയങ്കര എഫക്റ്റീവായിട്ട് പറഞ്ഞ ഒരാളാണ്. പക്ഷേ കാർത്തിയെ പോലുള്ള, കാർത്തി എന്ന് പറയുന്നത് അങ്ങനെ ഇമേജ് അങ്ങനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു നായകനല്ല. പുള്ളിനെ വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു പടം വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കോണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പടവും എടുക്കാം. എന്നാൽ പോലും ജപ്പാൻ എന്ന് പറയുന്ന പടം അത് വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. വെറൈറ്റി സംഭവങ്ങളൊക്കെ ആയിരുന്നു. എയ്ഡ്സ് ഉള്ള ഒരു നായകൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലൊക്കെ പടം വരുന്നത് വളരെ കുറവല്ലേ. പക്ഷേ എന്നാൽ പോലും ജപ്പാൻ എന്ന് പറയുന്ന പുള്ളിയുടെ കൈപൊള്ളി. പിന്നീട് പുള്ളി ടു ഡി എൻ്റർടൈൻമെൻറ്റ്, അതായത് കാർത്തി സൂര്യ അവരുടെ 2D ആണ് ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് മൈലോഡ് എന്നുള്ളതെന്ന് ഈ ശശികുമാർ നായകനായിട്ടുള്ള ഈ സിനിമയിലേക്ക് എത്തിയിരിക്കുന്നത്. ആക്ച്വലി പുള്ളിയുടെ സേഫ് സോണാണ്. ആ സോഷ്യോ പൊളിറ്റിക്കൽ സിനോരിയയിൽ പുള്ളിക്ക് പറയുന്ന കുറേയൊക്കെ ആ ഒരു സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ഒരു പടമാണ്. പക്ഷേ ഈ പടത്തിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയോ? സിനിമ എന്നത് ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്നാണ് മഹാനായിട്ടുള്ള ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിനിമയിലെന്ന് പറയുന്നത് നമുക്ക് കൊമേഴ്ഷ്യൽ സിനിമകളിലൊക്കെ ഇത് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് നമുക്ക് ആലോചിക്കാം. പക്ഷേ രാജുമുരുകൻ എടുക്കുന്ന സിനിമയുടെ ജോണർ എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്ത പടങ്ങളാണ് പുള്ളി എടുക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയിൽ ഒരു പവർ പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾക്ക്, അയാൾക്ക് അധികാരത്തിന് ഒരു കുറവുമില്ല, അയാൾക്ക് കാശിന് ഒരു പ്രശ്നവുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് വരുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നം തീർക്കാനായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പോലും പേരില്ലാത്ത, അതായത് വോട്ടർ ഐ ഡി, ആധാർ കാർഡ്, റേഷൻ കാർഡ് ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ പറ്റൂ എന്നുള്ള ആ ഒരു സംഭവമാണ്. അപ്പോൾ അതൊരു സിനിമ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്നുള്ള രീതിയിൽ കാണുകയാണെങ്കിൽ പോലും ഈ ഒരു ജോണറും ആ ജോണറിൽ വരുന്ന ഈ ഒരു പ്രശ്നമുണ്ടല്ലോ, അതായത് മെയിൻ സംഭവം, അത് ഒരു കോൺട്രാഡിക്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം റിയൽ ലൈഫിൽ ഇങ്ങനൊരു പ്രശ്നം ഈ ഒരു പവർ പൊസിഷനിലിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും കാശുള്ള ഒരാൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഇന്ത്യയിൽ തന്നെ നിൽക്കണമെന്നില്ല, അല്ലാതെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നിലവിലുണ്ട്. കാരണം നമ്മൾ ഈ ഒരു പ്രശ്നം ഈ സിനിമയിൽ മെയിനായിട്ട് വരുമ്പോൾ അത് തീരെ അങ്ങ് ജെല്ലാവുന്നില്ല എന്നുള്ളൊരു ആ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ഈ സിനിമയുടെ മെയിൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നത്, ഇതിനെ എഴുതിയിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഒന്നുകിൽ ഭയങ്കരമായിട്ടുള്ള വില്ലൻ ക്യാരക്ടേഴ്സ്, അതായത് യാതൊരുവിധ ഹ്യൂമാനിറ്റി ആ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാത്ത വളരെ ഡാർക്കായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്ട്രീമായിട്ട് നന്മമരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം വളമായിട്ട് ഈ മരത്തിന് കൊടുത്തേക്കും എന്ന് പറഞ്ഞ് നന്മമരം വളർത്തുന്ന രീതിയിൽ അത്രയും പ്യുവറായിട്ടുള്ള, ഇപ്പോൾ ശശികുമാർ എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ അല്ലെങ്കിൽ നടൻ, പുള്ളിക്കാരൻ്റെ സിനിമകൾ ഇതുപോലെ ഒരു ഭയങ്കര നന്മമരം, അതായത് ഓവർ നന്മയാണ്, നമുക്ക് സഹിച്ചിരിക്കാൻ പറ്റുന്ന നന്മയല്ലേ. ഇപ്പോൾ ആ രീതിയിലുള്ള ക്യാരക്ടർ പുള്ളി ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു യൂണിവേഴ്സിലേക്കുള്ളൊരു പടം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ മൈ ലോഡ് എന്നുള്ള ഈ സിനിമ കാണാം. പക്ഷേ ഈ സിനിമയിൽ രസകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് താനും ഭാര്യയും മരണപ്പെട്ടു എന്ന് സർക്കാർ വിധി എഴുതിയിരിക്കുന്ന ആൾക്കാരാണ് ഈ ശശികുമാറും പിന്നെ ചൈത്ര ആചാറിൻ്റെ ക്യാരക്ടറും. അപ്പോൾ അയാൾക്കൊരു വലിയൊരു അവസരം വീണ് കിട്ടുകയാണ്. അപ്പോൾ ആ അവസരത്തിലൂടെ അയാളുടെ ചെറിയ ചെറിയ പ്രതികാരങ്ങളൊക്കെ തീർക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കോമിക് മൊമെൻ്റ് ആയിട്ടൊക്കെ സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. കുറേയൊക്കെ എൻജോയബിൾ ആയിരുന്നു. പക്ഷേ പിന്നീട് ഇതിനെ സ്ട്രെച്ച് ചെയ്ത് വലിച്ചു നീട്ടി ഇത് ക്ലൈമാക്സ് വരെ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ, ഇപ്പോൾ ഒരു ജയിൽ സീക്വൻസിൽ ഒരു കൗൺസിലറിനെ തല്ലുന്ന സീക്വൻസൊക്കെ നമുക്ക് എൻജോയബിൾ ആയിട്ട് തോന്നും. പക്ഷെ പിന്നെ അങ്ങോട്ടേക്ക് ഈ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ ചിരിയും വരുന്നില്ല, നമുക്കൊരു നിർവികാരതയാണ്, എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നുള്ളൊരു ഫീലാണ്. പിന്നെ ഫൈനൽ ആക്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സോഷ്യോ പൊളിറ്റിക്കൽ സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ എഴുതി ഈ രാജുമുരുകൻ സാച്ചുറേറ്റഡ് ആയി എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അത് പ്രഡിക്റ്റബിൾ ആണ്. കാരണം ഇതിലെ നായകൻ എന്ന് പറയുന്നത് ഒരു ഓവർ നന്മമരമാണ്. അതായത് ആരെങ്കിലുമൊക്കെ ഇയാളെ കൊല്ലാൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് സന്തോഷം കിട്ടുമെന്നുണ്ടെങ്കിൽ കൊന്നോളൂ, ഇതാ എൻ്റെ തല എന്നൊക്കെ പറയുന്ന പോലെ ഇതുപോലുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ക്യാരക്ടർ എന്തായിരിക്കും ചെയ്യുന്നത്, ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് പിന്നെ കുറേ മെലോ ഡ്രാമ, പിന്നെ അയാൾ പറയാനുള്ളത് ഹ്യൂമാനിറ്റിയാണ്, മറ്റേതാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് സീക്വൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. അത് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ വരുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സ് അടക്കം എല്ലാം അങ്ങനെയാണ്. പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ ശശികുമാറിന് അത് ടൈലർ മെയ്ഡ് റോളാണ് പുള്ളിക്കാരന്. ഇത് ഇങ്ങനത്തെ സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളി പെർഫെക്റ്റ് ആയിരുന്നു. ചൈത്ര ആചാറാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരിയും അതിൽ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ആശാ ശരത്താണ് അതൊരു വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരി അത് ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആശാ ശരത്തിൻ്റെ മക്കളായിട്ട് വരുന്ന രണ്ടുപേരുണ്ട്. ആ രണ്ടുപേരുടെ ആ ഒരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ള രണ്ടുപേരാണ്. അവരുടെ ആ ഒരു പെർഫോമൻസ് രീതിയിലും പടം കൊള്ളാം. അയ്യോ, ഗുരു സോമസുന്ദരത്തിൻ്റെ കാര്യം വിട്ടുപോയി. പുള്ളിയും നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കുറവുകളുണ്ട്. ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു മൈ ലോഡ് എന്നുള്ള ഈ സിനിമ.